അത് ഞാൻ രാവിലെ അസംബ്ലിയിൽ വളരെ വിശദമായി പറഞ്ഞതാണ്. അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുമല്ലോ. എനക്കെന്താ അതിൽ ചെയ്യാൻ സാധിക്കുക? സാധാരണ നിലക്ക് ഇവർ തമ്മിലൊരു ധാരണയുണ്ടായിരുന്നു എന്നാണ് അവരെന്നോട് പറഞ്ഞിരുന്നത്. UDF നേതാക്കന്മാരോട് തന്നെ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. സർക്കാരിനൊരു നിർദ്ദേശവും മുമ്പോട്ട് വെക്കാനില്ല. ഇവർ അവരുടെ നിർദ്ദേശം സർക്കാരിൻ്റെ മുമ്പിൽ വെക്കുകയാണെങ്കിൽ, അങ്ങനെ വല്ല നിർദ്ദേശമുണ്ടെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല. അവരൊരു നിർദ്ദേശവും മുന്നോട്ട് വെച്ചില്ല. അപ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ധാരണ ഉണ്ടായിരുമോ എന്ന് എനിക്കറിയില്ല. അതിൽ നിന്ന് അവർ തെറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്. എനിക്കെന്താ അതിൽ ചെയ്യാൻ സാധിക്കുക? ഈ യോഗം വിളിക്കാൻ മാത്രമേ എനിക്ക് കഴിയൂ. യോഗം വിളിച്ചു. 2 ചോദ്യം ഞാൻ അവരോട് ചോദിച്ചു. ഒന്ന്, 2,50,000 രൂപയുടെ ഫീസ് നിരക്കിൻ്റെതാണ് പ്രശ്നം. അതിലെന്തെങ്കിലും കുറവ് വരുത്താൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടോ? അപ്പോൾ അവരാദ്യം തന്നെ പറഞ്ഞത്, ഈ ചോദ്യം ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവരാ യോഗത്തിന് മുൻപിൽ വെളിപ്പെടുത്തിയത്, ഞങ്ങൾ യോഗം ചേർന്നാണ് വരുന്നത്. ഈ കരാറിൽ, ഞങ്ങൾ നേരത്തെ ഉണ്ടാക്കിയ കരാറിൽ ഒരു മാറ്റവും വരുത്താൻ ഞങ്ങളില്ല. ഇതാണ് യോഗത്തിന് മുൻപ് അവർ വെളിപ്പെടുത്തിയ കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, UDFൻ്റെ ചില നേതാക്കന്മാരും നിങ്ങളും തമ്മിൽ ചില ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളിൽ ചിലർ ചില ഓഫറുകൾ മുന്നിൽ വെച്ചിട്ടുണ്ടെന്നും പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എൻ്റെ ചോദ്യം. ഈ 2,50,000 ഫീസ് നിരക്ക് എന്തെങ്കിലും മാറ്റം വരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഞങ്ങൾ തയ്യാറല്ലാത്തോ? രണ്ടാമതൊരു ചോദ്യവും ഞാൻ ചോദിച്ചു. ഏതെങ്കിലും നിർദ്ദേശം ഇപ്പോൾ ഉള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുണ്ടോ? ഞങ്ങൾക്കൊരു നിർദ്ദേശവും മുന്നോട്ട് വെക്കാനില്ല. ഞാൻ അവരോട് പറഞ്ഞു, ഗവൺമെൻറ് എന്തെങ്കിലും ഒരു നിർദ്ദേശം നിങ്ങളുടെ മുന്നിൽ വെക്കാനല്ല ഈ യോഗം വിളിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ചില നിർദ്ദേശങ്ങളുണ്ട് എന്ന് ഇവരെന്നോട് പറഞ്ഞിരുന്നു. അത് കേൾക്കാൻ വേണ്ടിയാണ് വിളിച്ചത്. അങ്ങനെ വല്ലതും നിങ്ങൾക്കുണ്ടോ? വീണ്ടും ഞാൻ ചോദിക്കുകയാണ്. ഒന്നുമില്ല. എന്നാൽ നമുക്ക് യോഗം അവസാനിപ്പിക്കാം. എനിക്കത് ചെയ്യാൻ കഴിയും. എന്നെ അതിന് കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പം ഞാൻ UDF നേതാക്കന്മാരോട് തന്നെ പറഞ്ഞിരുന്നു. എന്നെ വന്ന് കണ്ട ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും മുനീറും, അവരോട് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഗവൺമെൻറ് ഒരു നിർദ്ദേശവും മുന്നോട്ട് വെക്കില്ല. അവരെ നിർദ്ദേശം ഇങ്ങോട്ട് വെക്കുകയാണെങ്കിൽ അത് സ്വീകരിക്കുന്നതിന് ഗവൺമെൻറ് മടിയുണ്ടാകും. അപ്പോൾ അവർക്ക് പിന്നെ കുറ്റം പറയാൻ പറ്റുന്ന ഒരാൾ ഞാനാണെന്നുള്ളതുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതല്ലാതെ എനിക്കൊന്നും ഈ കാര്യത്തിൽ ചെയ്യാൻ കഴിയുന്നില്ല.